ആധ്യാത്മിക ജ്യോതിഷ ഹസ്തരേഖ സംഖ്യാജ്യോതിഷ സംബന്ധമായ രഹസ്യങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നമുക്ക് ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടൊന്ന് ക്ഷേത്രത്തിൽ പോയി നോക്കിക്കേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ ദേവത തരും. വീടും സ്ഥലവും വാങ്ങിക്കൂട്ടും. വീട് മണിമാളികയാകും. സമ്പത്തും ഐശ്വര്യവും എല്ലാം വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ഞാനീ പറയുന്ന ഒരു രഹസ്യവിദ്യ, അത് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാം. അത് ചെയ്തിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക. ആ ദേവത നിങ്ങളെ കോടീശ്വരനാക്കും, അല്ലെങ്കിൽ ലക്ഷപ്രഭുവാക്കും. വീട് സ്ഥലമൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൂട്ടുകയും ഒക്കെ അങ്ങനെ എല്ലാം വാരിക്കോരി തരുമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് ബാക്കി അനുഭവത്തിൽ മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ലളിതമായ കാര്യമാണ്, പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ശക്തി അറിയത്തുള്ളൂ. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ ഞാൻ പുത്തങ്കാവ് അമ്പലത്തിൽ പോയപ്പോൾ, വെള്ളിയാഴ്ചയാണ്, ഞാൻ എല്ലാ വെള്ളിയാഴ്ച പുത്തങ്കാവ് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഇന്ന് കുറേ ആളുകളുണ്ടായിരുന്നു. പാലായിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു. അതുപോലെ കുറേ സ്ഥലങ്ങളിൽ നിന്ന്, ഏതൊക്കെയാണെന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, ഒരുപാട് കുറേ ദൂരെ നിന്നൊക്കെ വന്ന ആളുകളുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവരാണ്. അപ്പോൾ അവർ എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഈ നാവ് കൊണ്ട് വീഡിയോയിൽ പറഞ്ഞത് പുത്തൻകാവിലമ്മയ്ക്ക് ചെയ്ത് ബാങ്കിൽ ജോലി കിട്ടി നോക്കുക. ഒരു ജീവിതം രക്ഷപ്പെടുകയാണ്. അങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതം. അപ്പോൾ ഇന്നൊരു അമ്മ ഇവിടെ വന്നു. ഇന്ന് ആ അമ്മയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി. അവർ 3 പ്രാവശ്യം വീണ് ഒരു വലിയ ദുരിതങ്ങളായിട്ട് കിടക്കുമ്പോഴാണ് എൻ്റെ വീഡിയോ 2019 കാണുന്നത്. അന്ന് തൊട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഓം ഹ്രീം ശ്രീം കുരു ശരവണ ഭവായ നമ എന്നീ മന്ത്രം ഞാൻ പറഞ്ഞ രീതിയിൽ, അതൊരു രഹസ്യ രീതിയാണ് പറഞ്ഞിരിക്കുന്നത്, ജപിക്കേണ്ട ഒരു രീതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജപിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇന്ന് ഇവിടെ പുത്തങ്കാവലമ്പലത്തിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഓഫീസിലോട്ട് ഒന്ന് വന്നോട്ടെ, എനിക്കിവിടെ കൊണ്ട് ഒരു ദക്ഷിണ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ ഒരു ദക്ഷിണ, സത്യമുള്ള കാര്യം ഇതൊക്കെ ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇന്നേ വരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ ശിവനെ ഓരോ ശാസ്ത്രത്തിലും ധ്യാനിക്കുന്ന ഒരു ശിവയോഗി തന്നെയാണ്. അതെൻ്റെ ഉള്ളിലാണ്, അത് സ്വയം ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്. അമ്മ ഇവിടെ വെച്ചിട്ട് ഈശ്വരന്മാരുടെ മുന്നിൽ വെച്ചിട്ട് പോയി, ഇത് സത്യമുള്ളതാണ് ഞാൻ പറയുന്ന ഓരോ കാര്യം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ ഇന്നേ വരെ പറയത്തുമില്ല, പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കിഷ്ടവുമല്ല. ഇവിടെ ഞാനീ പറയുന്ന ഓരോ കാര്യവും അങ്ങനെ തന്നെയാണ്. ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളത് ചെയ്യുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് വീട്ടിൽ ചെയ്യേണ്ട കാര്യം, ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നതിന്, ഇപ്പം ഉദാഹരണം പറയാം, നിങ്ങളുടെ അടുത്തുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നു വെള്ളിയാഴ്ച രാവിലെ. അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ രാവിലെ കുളിക്കുമല്ലോ, കുളിക്കണം. കുളിച്ചിട്ട്, ഇനി കുളിക്കാൻ പറ്റാത്ത പ്രായമായ അമ്മമാരുണ്ടെങ്കിൽ കൈയും കാലും മുഖവും കഴുകിയാലും മതി. കുളിക്കാൻ പറ്റുന്നവർ ഉറപ്പായിട്ടും കുളിച്ചിരിക്കണം. ചില അമ്മമാർക്ക് ചിലപ്പം കുളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ തലനീരിറങ്ങുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുളിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുളിച്ചിട്ട് തന്നെ ചെയ്യുക. അല്ലാത്തൊരു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതി. കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകണം, അതാണ് എൻ്റെ ശരി. അപ്പം പറ്റുന്നവർ ചെയ്യുക. കുളിമുറി നിന്നുകൊണ്ട് തല തോർത്തി കഴിഞ്ഞാലുടൻ, വസ്ത്രം ഉടുത്തുകൊണ്ട് തല തോർത്തി കഴിഞ്ഞാലുടൻ തന്നെ ചെയ്യണം. കിഴക്കോട്ട് തിരിഞ്ഞു വന്ന്, കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന്, നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് ആ ദേവതയെ നിങ്ങൾ മനസ്സുകൊണ്ട് വിളിച്ച്, ഇപ്പം പുത്തങ്കാവിലമ്മ, പായിപ്പാട് പുത്തങ്കാവിലമ്മയാണെങ്കിൽ പായിപ്പാട് പുത്തങ്കാവിലമ്മ മനസ്സുകൊണ്ട് വിളിച്ച് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അമ്മേ, ഞാനിപ്പോൾ ക്ഷേത്രത്തിൽ വന്ന് അമ്മയെ കണ്ടു തൊഴുത് വഴിപാട് ചെയ്യുന്നുണ്ട്. അമ്മേ, അപ്പോൾ ഒരു വഴിപാടൂടെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കണം. അമ്മയ്ക്ക് ഇപ്പോൾ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിനാഥ് അല്ലെ കടുംബായുസം, ഇത് ഞാൻ രാവിലെ ഇപ്പം വന്ന് ചെയ്യും അമ്പലത്തിൽ. അമ്മ, എനിക്ക് സമ്പത്ത് നൽകണേ, എനിക്ക് വീട് സ്ഥലവും വാങ്ങാൻ എന്നെ സഹായിക്കണേ, സമ്പത്ത് നൽകണം, വരുമാനം വർദ്ധിപ്പിച്ച് തരണം എന്ന് പറഞ്ഞ ശേഷം അതിനൊരു കാരണവും കൂടെ പറയണം. ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്നും കൂടെ അമ്മയോട് പറയണം. അപ്പോഴാണ് അതിന് ജെനുവിനിറ്റി ഉണ്ടാകുന്നത്, അതിനൊരു സത്യം ഉണ്ടാകുന്നത് അപ്പോഴാണ്.
അതിനൊരു വ്യക്തത ഉണ്ടാകുന്ന അപ്പോഴാണ്. അമ്മ എനിക്ക് സമ്പത്ത് നൽകണേ, എനിക്ക് വരുമാനം വർദ്ധിപ്പിച്ച് തരണേ, ഞാൻ ആ പണം കൊണ്ട് വീടും സ്ഥലവും വാങ്ങാനാണ്, അല്ലെങ്കിൽ എനിക്ക് നിത്യവൃത്തി കഴിയാനാണ്, അല്ലെങ്കിൽ എനിക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണല്ലോ. ആവശ്യവും കൂടെ പറയുക. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക. നിങ്ങൾ പറഞ്ഞ കാര്യം കടുംബായുസമെങ്കിൽ കടുംബായുസം ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ആ ദേവത നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുമെന്ന് മാത്രമല്ല, സമ്പത്തും വീടും ഭൂമിയും അത് നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ ഭൂമിയും വീടുമൊക്കെ വാരിക്കൂട്ടാൻ പറ്റും. മാത്രമല്ല സമ്പത്തും അതുപോലെ വർദ്ധിപ്പിച്ചു തരും. പിന്നെ ഇവൻ ജോലിക്കാര്യമാണ് പറയുന്നത്. ജോലിയിൽ വരുമാനം വർദ്ധിക്കാൻ വേണ്ടി ജോലി പ്രൊമോഷൻ, അത് അങ്ങനെ പറയാം. ഓരോരുത്തർക്കും ഓരോ ആവശ്യമാണ്. നിങ്ങൾക്ക് അമ്മയോട് സമ്പത്ത് തന്നെയാണെങ്കിലും ആവശ്യപ്പെടണം, വരുമാനം വർദ്ധിപ്പിച്ചിടണമെന്ന് പറയണം. എന്നിട്ട് നിങ്ങളുടെ ഈ സമ്പത്ത് കൊണ്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പറയുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൊരു ജോലി പ്രൊമോഷൻ ആണെങ്കിൽ അതിനു മുമ്പേ സമ്പത്ത് വർദ്ധിപ്പിച്ച് തരണമെന്ന് പറയണം. അമ്മ എനിക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നൽകണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് വേണം ജോലിക്കാര്യവും പറയാൻ. എന്ത് പറയുന്നതിന് മുമ്പ് ആദ്യം ജീവിക്കാനുള്ള സമ്പത്ത് നൽകണമെന്ന് പറയണം. കാരണം സമ്പത്ത് ആദ്യം പറയണം. സമ്പത്ത് വരുമ്പോൾ ഇതെല്ലാം വന്നോളൂ. എന്നിട്ട് നിങ്ങളുടെ ഒരാവശ്യവും കൂടെ പറയണം. അല്ലെങ്കിൽ ഇപ്പോൾ സമ്പത്ത് കൊണ്ട് വീട് സ്ഥലം മേടിക്കാനാണെങ്കിൽ അതുകൂടെ പറഞ്ഞിട്ട് അങ്ങനെ പറയാം. അല്ലെങ്കിൽ അമ്മ എനിക്ക് സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വിദേശത്ത് പോകാനാണ്, എന്നിട്ട് വിദേശ ജോലിയുടെ കാര്യം പറയാം. ആദ്യം എന്തായാലും അമ്മ എനിക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നൽകണമെന്ന് പറയണം. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, ബാക്കിയെല്ലാം വന്നോളൂ. എന്നിട്ട് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോകണം. ഇത് നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ചെയ്യുക. ഞാൻ ഉദാഹരണത്തിന് പായിപ്പാട് പുത്തങ്കാവലമ്മയുടെ കാര്യം പറഞ്ഞതാണ്. എവിടെ പോയാലും ചെയ്യാം. അപ്പം നിങ്ങൾ രാവിലെ കുളിച്ചു കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ആ ദേവതയെ മനസ്സുകൊണ്ട് വിളിച്ച് ഒരു വഴിപാട് പറയണം. പറഞ്ഞിട്ട് അമ്മ എനിക്ക് സമ്പത്ത് നൽകണേ, ജീവിക്കാനുള്ള സമ്പത്ത് നൽകണേ. എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ നേടാൻ പോകുന്ന കാര്യം ഉണ്ടെങ്കിൽ അത് പറയുക. വീട് സ്ഥലം വാങ്ങാനാണെങ്കിൽ അത് പറയുക. ഇനി ഇല്ലേ അത് പറയണ്ട. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഒരു ജോലിക്ക് പ്രൊമോഷൻ വേണം, അല്ലെ വിവാഹം നടക്കണം, അല്ലെ ലോൺ കിട്ടണം, അല്ലെ കിട്ടാക്കടം കിട്ടണം, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ സമ്പത്തിൻ്റെ കാര്യം പ്രാർത്ഥിച്ചിട്ട് ആ ഒരു ആവശ്യം പറയാം. വ്യക്തമാണ്, വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു തന്നെ. എന്നിട്ട് നിങ്ങൾ വലതുകാല് വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങണം. പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. എന്നിട്ട് ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ അന്ന് ചെയ്യാമെന്ന് പറഞ്ഞ എന്ത് വഴിപാടാണോ, കടുംബായുസമാണെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾ ആ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണെങ്കിൽ അത് ചെയ്യുക. ഒരു കാര്യം പറയാവുള്ളൂ, ഒരു വഴിപാടേ പറയാവുള്ളൂ, അത് അന്ന് പോയി ചെയ്യുക. പിന്നെ അത് ചെയ്തു കഴിഞ്ഞ് വേറെ വഴിപാട് നിങ്ങൾക്ക് ചെയ്യണോ ചെയ്യാം. ഇല്ല, ആ വഴിപാട് ആദ്യം ചെയ്യുക ഒരെണ്ണം. ഇങ്ങനെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ഇത് ചെയ്ത് നോക്കി. ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നാം, പക്ഷേ ഇതൊരു ചെറിയ കാര്യമല്ല. ഞാൻ പറയുന്ന ഓരോ കാര്യം കൃത്യമായിട്ട് ചെയ്തവരെല്ലാം അവരുടെ ജീവിതം അടിമുടി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ബാങ്കിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിയുടെ ലൈഫ് തന്നെ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞ ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യം ചെയ്ത ആണ്. അതുകൊണ്ടാണ് അവരെന്നോട് നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞ് പുത്തങ്കാവലിനോട് നന്ദി പറഞ്ഞാൽ മതിയത്. കാരണം അത് ബാങ്കിൽ ജോലി കിട്ടുമ്പോൾ അത് നല്ല വിവാഹം വരും, നല്ല വരുമാനം ഉണ്ടാകും, ജീവിതം അടിപൊളി അങ്ങ് മാറുക, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരിക. അങ്ങനെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇന്നേ വരെ വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ അതും ഇതുമൊന്നും പറയാറില്ല. എൻ്റെ പുറകെ നടക്കാനോ എനിക്ക് വേണ്ടി സമയം കളയാനോ ഒന്നും ഞാൻ പറയാറില്ല. നിങ്ങളുടെ സമയം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ജീവിതത്തിനും വേണ്ടി ചിലവഴിക്കുക. ഞാൻ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് ആളുകൾ ചെയ്യുന്നവർക്ക് ഗുണമുണ്ട്. അത് വിശ്വാസത്തോടെ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഏത് വഴിപാടാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. നേർന്നാൽ പോലും നമ്മൾ നേർന്ന് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഒരു പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. അതാണ് വിശ്വാസം. ഉടനെ ചിന്തിക്കുന്നത് സംശയമുള്ളതുകൊണ്ട് അത് ഫലം കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുക. ഇനിയും ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോകേണ്ടത് തിങ്കളാഴ്ച നിർബന്ധമായിട്ട് പോകണം. ഇങ്ങനെ ഇപ്പോൾ ശിവന് രാവിലെ ഒരു പാൽപ്പായസം ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പോവുക. സമ്പത്ത് ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ പോവുക ഉറപ്പായിട്ട്. എന്നിട്ട് പോയി തിങ്കളാഴ്ച രാവിലെ പാൽപ്പായസം ചെയ്യുക, അല്ലെ വെള്ള നിവേദ്യം ചെയ്യുക. ഏതെങ്കിലും ഒരു വഴിപാട് പറയുക. പാൽപ്പായസമോ വെള്ള നിവേദ്യമോ നെയ്വിളക്കോ, ഇത് 3 സമ്പത്ത് നൽകുന്നതാണ് കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേക്കാം. ഭഗവാൻ എനിക്ക് സമ്പത്ത് നൽകണേ. പിന്നെ നിങ്ങൾക്ക് ഈ സമ്പത്ത് കൊണ്ട് വീട് മേടിക്കണേ, വീട് സ്ഥലം പറയുക. ഇനി അത് അങ്ങനെ ഒരു ലക്ഷ്യം, പ്രത്യേകിച്ച് ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ആവശ്യവും കൂടെ പറയുക. ഇപ്പം ഗൾഫിന് പോകണം, അല്ലെ ജോലി കിട്ടണം, അത് ജോലി പ്രൊമോഷൻ കിട്ടണം, അങ്ങനെ ഒരു ആവശ്യം കൂടെ പറയുക. എന്നിട്ട് അന്ന് രാവിലെ പോയി ആ പറഞ്ഞ വഴിപാട് ചെയ്യുക. അച്ചട്ടാണ്. എന്നിട്ട് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഒരു തവണ ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകണമെന്നില്ല.
ചിലർക്ക് ഒരു തവണ ചെയ്തവർ തന്നെ മാറ്റം ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ഏതോ ആവർത്തിക്കുമ്പോഴാണ് കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത്. ശിവക്ഷേത്രത്തിൽ നിർബന്ധമായും പോകേണ്ട ദിവസം ഏതാണ്? തിങ്കളാഴ്ച. തലേവര മാറേണ്ടവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യണമെന്നില്ല. അത് മാറണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്താൽ മതി. അച്ചട്ടാണ് ഇത്. കണ്ടോ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ഒരു ദക്ഷിണ എന്ന് പറയുന്നത്, ഇത് ദക്ഷിണ ചെറുതോ വലുതോ എന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞു ഒന്നും തരണ്ട, പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇത് അവരുടെ ജീവിതം, അവരുടെ മനസ്സാണ്. അവരുടെ ജീവിതത്തിലെ അവരുടെ ദുരിതങ്ങൾ മാറിയതിൻ്റെ സന്തോഷമാണ് ഇവിടെ വെച്ചിട്ട് പോയത്. മനസ്സിലായി? ഒരു ജീവിതം മാറുക, ഒരു ജീവിതത്തിലേക്ക് ആ സന്തോഷം കടന്നു വരിക, ദുരിതങ്ങൾ മാറുക എന്ന് പറഞ്ഞാൽ അത് ഇതിനൊരു സത്യമുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല. ഞാൻ അതേ സ്നേഹത്തോടു കൂടി അത് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഒരു ജീവിതം മാറുക ചെറിയ കാര്യമല്ല. ചുമ്മാ വേണേൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാം. ചിലപ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ ആളുകൾ കണ്ടെന്നിരിക്കും. കൂടുതലും ഒരു യുക്തിയില്ലാത്ത, ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ ആളുകൾ അതിൻ്റെ പുറകെയാണ് പോകുന്നത്. നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ കാണാറില്ല. അതിന് തമ്പുരാൻ വിചാരിക്കണം, ഈശ്വരൻ വിചാരിക്കണം. ഏതായാലും കാണുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും, അല്ലാത്തൊരു വഴിക്ക് പോട്ടെ, അത്രയേ ഉള്ളൂ. കൃഷ്ണക്ഷേത്രത്തിൽ പോകുമ്പോൾ വ്യാഴാഴ്ച പോകണം, മലയാള മാസം 1-ാം തീയതി പോകണം. ഇങ്ങനെ ഒരു വഴിപാട് രാവിലെ കുളി കഴിഞ്ഞ് പറഞ്ഞിട്ട് പോയി അവിടെ ചെയ്യുക. ഏത് ക്ഷേത്രത്തിലാണ്? ആ ക്ഷേത്രം പേര് പറഞ്ഞ് പറയണം. നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൻ്റെ പേരൂടെ പറഞ്ഞ് വേണം വഴിപാട് രാവിലെ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്നുകൊണ്ട് തല തോർത്തി കഴിഞ്ഞ് മനസ്സുകൊണ്ട് പറഞ്ഞ് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് പോകാൻ. ആ ക്ഷേത്രപ്പേരൂടെ പറയണം. അപ്പം കുളിമുറിയിലോട്ട് കയറുമ്പോഴെപ്പോഴും ഇടതുകാല് വെച്ച് കയറണം. കുളിമുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. അതെപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ. അത് കുളിമുറിയാണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും. കാരണം ഇടതുകാല് വെച്ച് കയറുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കത്തില്ല. വലതുകാല് വെച്ച് ഇറങ്ങുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു ശരനൂൽ രഹസ്യവിദ്യ. അപ്പം ഇത് നിങ്ങൾ ഭദ്രകാളിയാണെങ്കിൽ വെള്ളിയാഴ്ച ഇങ്ങനെ ചെയ്യുക. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം കേട്ടോ. ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും. സമ്പത്തൊക്കെ വാരി കോരിത്തരും. ചെറിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ വീഡിയോ കാണുന്ന കോടീശ്വരന്മാരുണ്ട്, വലിയ ബിസിനസ്സുകാരുണ്ട്, വലിയ പൊസിഷനുള്ളവരുണ്ട്, സാധാരണക്കാരുണ്ട്, റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നവരുണ്ട്, ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമുണ്ട്. അവർക്കെല്ലാം അവരുടെ എല്ലാ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളാണ്. എല്ലാ പൊസിഷനും എല്ലാ തരത്തിലുള്ളവരുമുണ്ട് അവർക്ക്. അതുപോലെ തന്നെ നമ്മുടെ കേരളം അല്ലാതെ ഉള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികളുണ്ട്, ഒരുപാട് വിദേശ രാജ്യങ്ങളിലുണ്ട്. അവരുടെ എല്ലാ ജീവിതത്തിലും അതിന് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യം ഇതൊക്കെ ഒരു സത്യമുള്ള കാര്യമല്ല. അല്ലാതെ ഞാൻ ഇന്നേ വരെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. വെറുതെ യുക്തിയില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം. പക്ഷേ യുക്തിയില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ ആളുകൾ കാണുന്നത്. അല്ലെങ്കിൽ ഒരു സത്യമില്ലാത്ത കാര്യങ്ങൾ ഒരു ചുമ്മാനെങ്കിലൊക്കെ പറഞ്ഞാൽ അതാണ് കൂടുതൽ ആളുകൾ കാണുന്നത്. അതിപ്പോൾ അവരവരുടെ തലവരാന്നല്ലാതെ നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ക്രിയാബാബാജിക്ക് അഗസ്ത്യരയിൽ നിന്ന് വിദ്യ കിട്ടിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സത്യമുള്ള വിദ്യ അറിഞ്ഞുകൊണ്ടാണ്. അല്ലാതെ എത്രയോ പേര് പല ഗുരുക്കന്മാരും പുറകെ നടന്ന് ജീവിതം കളയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ നല്ല ഇതുപോലുള്ള സത്യമായ ജ്ഞാനം കിട്ടുന്നവർ രക്ഷപ്പെടും. അല്ലാത്തവരൊക്കെ അല്ലാത്ത പലതിൻ്റെയും പുറകെ പോയി ജീവിതം കളയും, വേസ്റ്റാക്കും ജീവിതം. അത്രയേ ഉള്ളൂ. അറിയേണ്ടത് അറിയുക. ഞാനും നല്ല ആര് പറഞ്ഞാലും നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുക, അത് ഗുണം ചെയ്യും. മുരുകക്ഷേത്രത്തിലാണെങ്കിൽ ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ പോകണം, ഇങ്ങനെ പോയി ചെയ്യണം. ഭദ്രകാളിയാണെങ്കിൽ വെള്ളിയാഴ്ചയാണ് ഏറ്റവും നല്ലത്. പിന്നെ അയ്യപ്പസ്വാമിയാണ് ശനിയാഴ്ച ഇങ്ങനെ പോയി ചെയ്യണം. നരസിംഹമാണ് വ്യാഴാഴ്ച പോയി ചെയ്യണം. ശിവനാണ് തിങ്കളാഴ്ച പോയി ചെയ്യണം ശിവക്ഷേത്രത്തിൽ. പെട്ടെന്ന് ഓർമ്മ വന്ന ദേവന്മാർ ഇത്രയാണ് പറഞ്ഞത്. ഓർമ്മ വന്ന് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഗണപതിയാണെങ്കിൽ വെള്ളിയാഴ്ചകൾ പോയി ചെയ്യണം. വെള്ളിയാഴ്ചകൾ അച്ചട്ട. അപ്പം പിന്നെ നിങ്ങളുടെ ഇതിൽ ഏത് ക്ഷേത്രത്തിൽ നിങ്ങളുടെ പക്കനാളിനും പോകാം, നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് മാറ്റം വരാനുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ ഇടതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഞാനീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നമശിവായ എന്നു ഓം ഇല്ലാതെ വെറും നമശിവായ എന്ന് മനസ്സുകൊണ്ട് ജപിക്കുക. ഇടതു മൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് നമശിവായ എന്ന് ജപിക്കുക. ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇത് രണ്ട് മൂക്കും തുറന്ന് പിടിക്കുക. ഒരു മൂക്കും ഇടതുമൂക്കും അടയ്ക്കേണ്ട, വലതുമൂക്കും അടയ്ക്കേണ്ട. രണ്ട് മൂക്കിലൂടെ ശ്വാസം സാധാരണ പോലെ എടുക്കുകയും വിടുകയും ചെയ്യാനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് ഇടതുമൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ജപിച്ചാൽ മതി നമശിവായ, ഇടതുകാലം മുന്നോട്ട് വെച്ച്. ഈ വിദ്യ നിങ്ങൾക്ക് രാവിലെ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ചെയ്യാം, കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് ചെയ്യാം, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം. നിങ്ങൾക്കെല്ലാം വശമായിട്ട് വരും. ഒരു ദിവസം ചെയ്തുകൊണ്ടല്ല, ചിലപ്പോൾ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ ചിലർക്ക് വശമായി വരും.
ചെയ്തു നോക്കിയോ, അത്ഭുത വിദ്യയാണ്. അന്ന് വരെ നിങ്ങളെ കണ്ടിട്ട് പരിചയം ഉണ്ടായെങ്കിലും മിണ്ടാത്തവർ ഇങ്ങോട്ട് കയറി മിണ്ടും, പരിചയമില്ലാത്തവർ പോലും ചിരിച്ചു കാണിക്കും. നിങ്ങളെ സഹായിക്കാൻ ആളുകൾ ഇങ്ങോട്ട് വരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വശ്യമായി വരുമെന്നുള്ളതാണ്. നമഃശിവായ എന്ന 5 അക്ഷരം ഞാൻ പറയുന്നില്ല. ഇത് ശരനൂൽ വിദ്യ. ഈ ശരനൂൽ വിദ്യ ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. പറഞ്ഞുതരാൻ ഒന്നാമത്തെ കാര്യം അറിയണം. ഇത് എനിക്കറിവൊന്നുമില്ല, ഈശ്വരൻ തരുന്നതാണ്. ഈശ്വരൻ്റെ മഹത്വം, ഗുരുക്കന്മാർക്ക് മഹത്വം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മൈൻഡിലൊന്നുമില്ല. ഞാൻ ശൂന്യത ധ്യാനിക്കുന്ന മനുഷ്യനാണ്, ഒന്നുമില്ലായ്മ ധ്യാനിക്കുന്ന മനുഷ്യനാണ്. എൻ്റെ മനസ്സിൽ പിന്നെ ഇതൊന്നുമില്ല. കിട്ടുന്നു, പറയുന്നു, ഈശ്വരൻ തരുന്നു, അങ്ങനെയുള്ള വിദ്യകളാണ്. ഇത് ശരനോൽ വിദ്യ. നിങ്ങൾക്ക് എവിടെ ചെന്നാലും നിങ്ങൾക്ക് അനുകൂലമാകാൻ ഏത് കാര്യവും, നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ഇതിലൊരു സത്യം വേണം കേട്ടോ. ചുമ്മാ സത്യത്തിന് നേരിനില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ വശ്യമാകുമെന്ന് വിചാരിക്കും. സത്യം വേണമല്ലോ, നന്മ വേണം കേട്ടോ. നിങ്ങൾക്കെല്ലാം അനുകൂലമായിട്ട് വരും. ഭാര്യയ്ക്ക് ഭർത്താവ് വശ്യം, അല്ലെങ്കിൽ മക്കൾ വശ്യം, സമ്പത്ത് വശ്യം, എല്ലാം അനുകൂലമായിട്ട് വരും എന്നുള്ള. ഒരു തവണയല്ല, ദിവസവും ചെയ്യുക, പലതവണ ചെയ്യുക. അത്ഭുതமான വിദ്യ. ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഇത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്, ചെറിയൊരു കാര്യമല്ല, ഇത് വലിയ കാര്യം തന്നെയാണ് ഈ രഹസ്യം. അപ്പം നിങ്ങളിത് ചെയ്യുക. ഈ പല ആളുകളും പലപ്പോഴും അവർക്ക് എന്ത് കിട്ടിയാലും ഒരു സന്തോഷമില്ലാതെ അങ്ങനത്തെ രീതിയിലാണ് പലരും ഞാൻ കാണാറുണ്ട്. ഞാൻ ഇന്ന് ഒരാളോട് പറഞ്ഞു, നമ്മളൊരിക്കലും നമുക്ക് എന്താണെങ്കിലും നമുക്കുള്ളതിൽ സന്തോഷിക്കണം. നമുക്ക് നടക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. നടക്കാൻ പറ്റുന്നതിന് ഇന്ന് ഞാൻ അമ്പലത്തിൽ വെച്ചൊരു പ്രായമുള്ള അച്ഛനെ കണ്ടു. നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് നടക്കാൻ പറ്റുന്നതിന്, ഇരിക്കാൻ പറ്റുന്നത്, ചിലർക്കൊന്നും ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇരിക്കാൻ പറ്റുന്നതിന്, ശ്വസിക്കാൻ പറ്റുന്നതിന്, ഈ ലോകത്തെ കാണാൻ പറ്റുന്നതിന്, ഈ ശബ്ദങ്ങളെ കേൾക്കാൻ പറ്റുന്നതിന്, നമുക്ക് കിടക്കാൻ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നതിന്, നമ്മൾ ജീവിക്കുന്നതിന് എപ്പോഴും ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ നന്ദി മനസ്സിൽ ഈശ്വര എല്ലാത്തിനും നന്ദി. ഈ ഓരോ ശ്വാസം ഞാൻ എടുക്കുന്നതിനും എല്ലാം അവിടുത്തെ അനുഗ്രഹമാണ്. എനിക്ക് ജീവിക്കാൻ പറ്റുന്നതിനും, എനിക്ക് ജീവിക്കാനുള്ള വരുമാനം തരുന്നതിനും, ഈ പ്രപഞ്ചത്തെ കാണാൻ പറ്റുന്നതിനും, കേൾക്കാൻ പറ്റുന്നതിനും, നടക്കാൻ പറ്റുന്നതിനും, ഇരിക്കാൻ പറ്റുന്നതിനും, ഉറങ്ങാൻ പറ്റുന്നതിനും, ഇതൊക്കെ പറ്റാത്ത എത്ര മനുഷ്യരുണ്ടെന്നറിയോ? പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുണ്ട്. ഇതൊക്കെ എനിക്ക് സാധിക്കുന്നതിന് ഈശ്വര നന്ദി എന്ന് ഫ്രീയായിട്ടിരിക്കുമ്പോഴൊക്കെ പറയുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വിശ്വമനസ്സുമായി, പ്രപഞ്ച മനസ്സുമായി ലയിക്കും. നിങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹം, വലിയ വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരും. ഇതാണ് ആത്മീയത, ഇതാണ് സത്യവിദ്യ, ഇതാണ് സത്യബോധം, ഇതാണ് സത്യജ്ഞാനം. അല്ലാതെ എൻ്റെ പുറകെ നടക്കാൻ പറയുന്നതോ ഗുരുവും ശിഷ്യനും കളിക്കുന്നതോ ഒന്നുമല്ല കാര്യം. സത്യമായ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞു തരിക, അത് നിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞു തരുന്നതാണ് സത്യജ്ഞാനം. നിൻ്റെ ഉള്ളിലെ ഈശ്വരബോധത്തെ നീ അറിയണം. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകും, അവിടെയും ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ നമ്മൾ തൊഴണം. കാരണം പ്രപഞ്ചമാകുന്ന ഈശ്വരനെ, പ്രപഞ്ചത്തിൽ നിന്ന് ആവാഹിച്ച്, ആ തന്ത്രിയുടെ അല്ലെങ്കിൽ കുണ്ടലിനെ നിന്ന് ആവാഹിച്ച് ആ ഒരു പ്രപഞ്ചബോധമാകുന്ന ഈശ്വരനെ അതും നമ്മൾ വന്ദിക്കണം. അതോടൊപ്പം നിൻ്റെ ഉള്ളിലെ ഈശ്വരനെക്കുറിച്ച് കൂടി നീ അറിയുമ്പോഴാണ് നിനക്ക് ശരിക്കും മാറ്റം ഉണ്ടാകുന്നത്, ചേഞ്ച് സംഭവിക്കുന്നത് അപ്പോഴാണ്. ആ ഈശ്വരനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇങ്ങനെ നമ്മളെല്ലാത്തിനും നന്ദി പറയുക ഈശ്വരനോട്. അപ്പം മൈൻഡ് ഓവർ മാറ്റർ എന്നാണ്. ഈ മാറ്റർ ഊർജത്തിനും അപ്പുറമാണ് മൈൻഡിന് ഒരുപാട് തലങ്ങളുണ്ട്. അതൊക്കെ ഋഷീശ്വരന്മാർ ആ ഊർജത്തിനും അപ്പുറത്താണ് മൈൻഡ്. എന്ന് വെച്ചാൽ മൈൻഡെന്ന് പറഞ്ഞാൽ അത് മൈൻഡ് ഒരു ആ ഈശ്വര്യമായ ഒരു മനസ്സുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈശ്വര്യമായ ഒരു മനസ്സുണ്ട്. അതിനെയാണ് ഋഷീശ്വരന്മാരും സിദ്ധന്മാരും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത്. തുര്യത്തിലേക്കൊക്കെ വന്ന ആ മൈൻഡ്, നമ്മളിപ്പോൾ അങ്ങനെയൊന്നും പോയില്ലേ പോലും നമ്മളിങ്ങനെ നന്ദി പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തായിക്കോട്ടെ, ഭൂമിയായിക്കോട്ടെ, വീടായിക്കോട്ടെ, സർവ്വ അനുഗ്രഹങ്ങളും നമുക്കിപ്പം നടക്കാൻ പറ്റുന്നു, ഇരിക്കാൻ പറ്റുന്നു, ശ്വസിക്കാൻ പറ്റുന്നു. ഇതൊക്കെ നമുക്ക് അതുപോലെ ഒരുപാട് ദൈവം നല്ല നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിലേക്ക്. പിന്നെ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ആരോഗ്യം പരിപാലിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം, നമ്മുടെ കടമകൾ നിർവഹിക്കണം. അതൊക്കെ ഈ ഒരു നമ്മുടെ ഈ പിറവിയുടെ ഭാഗമായിട്ട്, ജനിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതൊക്കെ ചെയ്യണം. ഈ ഒരു നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഈശ്വരനോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ
എഴുതി വെച്ചു, നിങ്ങൾ ഈശ്വരനെ അറിയും, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയും എല്ലാം കൊണ്ടും നമുക്കിപ്പോൾ സമ്പത്തുണ്ടായാൽ പോലും അത് നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റുമെങ്കിലേ അതുകൊണ്ട് സമ്പന്നൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് നമ്മളും ഈ ഭാരതീയ ആചാര്യന്മാർ സമ്പത്തിനെ ലക്ഷ്മിയായിട്ട് കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സമ്പത്തുണ്ടായാലും അത് നല്ല കാര്യങ്ങൾക്കും നല്ല രീതിയിലും അനുഭവിക്കാൻ സമയവും ആ മനസ്സും ഉണ്ടാകുമ്പോഴേ അത് ശരിക്കുമുള്ള ദൈവിക സമ്പത്താകത്തുള്ളൂ. അതുകൊണ്ടാണ് സമ്പത്തിനെ ഈശ്വരനായിട്ട് ഭാരതീയ ആചാര്യന്മാർ കാണുന്നത്. കാരണം അത് ഈശ്വരീയമാണ്. അതിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് അനുഭവിക്കാനുള്ള സമയവും നമുക്കതുകൊണ്ട് നല്ല പ്രയോജനവും ഒക്കെ, അതിനുള്ളൊരു മനസ്സും അതിനുള്ള ഒരു അവസ്ഥയും, ഇത് അനുഭവിക്കാനുള്ളൊരു യോഗം കൂടെ വേണ്ടേ. അനുഭവം കൊണ്ടുണ്ടാകുമ്പോഴാണ് സമ്പത്ത് ദൈവികമാകുന്നത്. അതുകൊണ്ടാണ് സമ്പത്തിനെ നമ്മൾ മഹാലക്ഷ്മിയും കുബേരനും ഒക്കെ ഈശ്വരന്മാരായിട്ടാണ് സമ്പത്തിനെ സങ്കല്പിക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതീയ ആചാര്യന്മാർ. അപ്പോൾ നിങ്ങളും സമ്പത്തിനെ ഈശ്വരന്മാരായിട്ട് തന്നെ സങ്കല്പിക്കുക. കാരണം ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ സമ്പത്ത് വേണം. അല്ലെങ്കിൽ ഹിമാലയത്തിലൊക്കെ പോയി നമ്മളെല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്യുവാണെങ്കിൽ വേണ്ട. നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ, ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് സമ്പത്ത് വേണം. അതിന് സമ്പത്തിനുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമ്പത്തിന് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ എനിക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നൽകണ ഈശ്വര എന്ന് പറയണം. അതൊരു ന്യായമായ സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും നന്ദി പറയുക. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതം ഈ നിമിഷം മുതൽ മാറാൻ തുടങ്ങും. ഒരു സംശയവും വേണ്ട. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.